നിലയ്ക്കാത്ത ആരവങ്ങളും ആർപ്പുവിളികളും ആടിയുലു എന്ന കൊടികൾക്കും പുകമറ മൂടിയ അന്തരീക്ഷത്തിനുമിടയിൽ തോക്കേന്തിയ അംഗരക്ഷകരുടെ കുതിരകമ്പടിയോടെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനടുവിലൂടെ കറുപ്പിൽ കുതിർന്ന വാഹനം അങ്ങനെ വരുന്നത് കാണുമ്പോൾ തന്നെ ഓരോ റയൽ മാഡ്രിഡ് ആരാധകന്റെയും മനസ്സിൽ എനർജിയുടെ രക്തോട്ടം ചൂടോടെ പായുന്നുണ്ടാകണം. എന്നാൽ മറ്റു ചിലർക്കത് തങ്ങളുടെ ആത്മവിശ്വാസം ഊറ്റിയെടുക്കുവാൻ വരുന്ന കാലിൻ്റെ ചിത്രമായിരിക്കാം. ഈ ഫുട്ബോൾ ലോകത്ത് റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകില്ല എന്നതാണ് വാസ്തവം. കാരണം അവരുടെ തോൽവിയും വിജയവും ആഘോഷിക്കുവാൻ കാത്തിരിക്കുന്നവർ ഈ ഭൂമിയിൽ അങ്ങനെ പരന്നു കിടക്കുകയാണല്ലോ. പക്ഷേ ആ കഥകളിലെല്ലാം ഒടുക്കം തോൽവി ആഘോഷിക്കുന്നവർ നിരാശയുടെ ലോകത്താകും എന്ന് മാത്രം. 1902 മുതൽ ഇങ്ങോട്ട് റയൽ മാഡ്രിഡിന്റെ ചരിത്രം ഒന്ന് വായിച്ചെടുക്കുവാൻ ശ്രമിച്ചാൽ വീഴ്ചകൾ പലപ്പോഴും നിങ്ങൾക്കതിൽ കാണുവാൻ സാധിക്കും. എന്നാൽ അവിടെയെല്ലാം അവസാനം നിങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുക ലോസ് ബ്ലാങ്കോസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് മാത്രമായിരിക്കും. ഒരു കാലത്തും വിമർശകരുടെ പരിഹാസനത്തിനും അവരുടെ സന്തോഷത്തിനും ദീർഘനേരത്തെ ആയുസ് അവർ അനുവദിക്കാറില്ല. തങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് നരകവും സ്വർഗവും ഈ ഫുട്ബോൾ ലോകത്തിന്റെ വരച്ച് കാണിക്കുവാൻ സാധിക്കുന്ന ഏക ടീം റയൽ മാഡ്രിഡ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുടെ വീഴ്ച കണ്ട് നിങ്ങൾ സന്തോഷിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകർക്കുവാൻ അവർ തിരികെ വരും എന്നർത്ഥം. കഴിഞ്ഞ സീസണിലെ പോലെ നിലതെറ്റിയ റയൽ മാഡ്രിഡിനെ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എങ്കിലും നാശം കണ്ട് കൈയടിക്കുവാൻ അവർക്ക് ചുറ്റും വേട്ടക്കാർ പതിവിൽ കൂടുതലുണ്ടായിരുന്നു. എന്നാൽ ആ വേട്ടക്കാരെയെല്ലാം തിരിച്ച് വേട്ടയാടുവാൻ ആ കളിയിലേക്ക് മറ്റൊരു മഹാവേട്ടക്കാരൻ വരുമെന്ന് അവർ ഓർത്തു കാണില്ല. അത് റയൽ മാഡ്രിഡിന്റെ ചോരയാകുമെന്ന് പോലും സ്വപ്നത്തിൽ ചിന്തിച്ചു കാണില്ല. ചിരിക്കാൻ മറന്നുപോയ മുഖവും കലങ്ങിയ കണ്ണുകളും ഉരുകിയ ഹൃദയവും വൃത്തിയാക്കി അവരിനാൽ പിറക്കാൻ പോകുന്ന ചരിത്രം കാണുവാൻ ഓരോ റയൽ മാഡ്രിഡ് ആരാധകനും കാത്തിരിക്കുകയായിരുന്നു. പലപ്പോഴും തളർന്നു വീണപ്പോഴെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന ലോസ് ബ്ലാങ്കോസിനെയല്ല അവർ അന്ന് കണ്ടത്. അവർ പിന്നീട് സാക്ഷിയായത് മാഡ്രിഡുകാർ എന്നോ മറന്നുപോയ ആ പഴയ ഗ്ലാറ്റിക്കോസിനെയാണ്. പരസിന്റെ കീഴിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ചരിത്രം വീണ്ടും റയൽ മാഡ്രിഡിലേക്ക് തിരികെ എത്തുന്നത് ചില പേരുകൊണ്ട് മാത്രമായിരുന്നില്ല. ട്രെൻഡും ഹ്യൂസിനും ഗാർഷിയയും വിനിയും എംപാപ്പയും ഗുള്ളറും വാൽവർഡയും ജൂഡും ഷുമേനിയും റൂഡിഗർ മെസൻസിയും കോട്ടാവയും എന്നിവരെല്ലാം അടങ്ങുന്ന ഒരു കൂട്ടം പുതിയ തലമുറയിലൂടെയായിരുന്നു. അതിനെ നിയന്ത്രിക്കാൻ എത്തിയതോ അവരുടെ ഗോഡ്ഫാദറും. ചരിത്രം വളരെ വ്യക്തമാണ്. സാബി മാഡ്രിഡിസ്റ്റുകാർക്ക് വേണ്ടി പുതിയ യുഗം തുടങ്ങി വച്ചിരിക്കുന്നു. പുതിയ ടീം, പുതിയ നിയമങ്ങൾ, പുതിയ ടാക്ടീസ്, അങ്ങനെ പുതിയ റയൽ മാഡ്രിഡ്. ഒരുപക്ഷെ ക്ലബ് ബോർഡ് തൂക്കി സാബി ലാ ലീഗ ആരംഭിക്കുമ്പോൾ പല കണക്കുകളും പ്രതികാരവും തീർക്കാൻ പോകുന്നത് ആ പഴയ റയൽ മാഡ്രിഡ് ആയിരിക്കില്ല, സാബിയുടെ റയൽ മാഡ്രിഡിലൂടെ തന്നെയായിരിക്കും. മൈതാനത്ത് മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന സാബിയുടെ പുതിയ റയൽ മാഡ്രിഡ്. ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കേണ്ടതുണ്ട്. ഈ തലമുറയ്ക്ക് അതറിയില്ലെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും അവരുടെ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ അവർ തിരികെ വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം അവരുടെ പേര് ഇന്നും റയൽ മാഡ്രിഡ് എന്ന് തന്നെയാണ്.